എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷത്തോടും അതിലധികമായി വളരെയേറെ പ്രതീക്ഷയോടും കൂടെയൊക്കെയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാനിരിക്കുന്നത്. കഴിഞ്ഞ 2 വർഷമായി ഞങ്ങൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ജനം മനസ്സിലാക്കി എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ മറ്റ് ചാനലുകാർ പറയുന്നത് പോലെ അഴിമതിയുണ്ട്, കട്ടും മുക്കി നക്കി എന്നൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. അതൊക്കെ പറഞ്ഞതിനപ്പുറത്തെ എല്ലാ കൊള്ളകളുടെയും ആധികാരികമായ കണക്കുകൾ കണ്ടെത്തി ഇന്ന രീതിയിലെന്ന് 2 വർഷമായിട്ട് ഞങ്ങൾ നിരന്തരം കേരള ജനതയോട് സംസാരിച്ചുകൊണ്ടിരുന്നത് വെറും അന്തം കമ്മികളല്ലാത്ത എല്ലാവർക്കും, ഒരുമാതിരിപ്പെട്ട കമ്മ്യൂണിസ്റ്റുകാർക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യങ്ങൾ. അത് ജനത്തിന് മനസ്സിലായി. ജനം അതിനനുസരിച്ച് കേരളം മുഴുവനുള്ള ജനം പ്രതികരിച്ചു എന്നതാണ് ആ സന്തോഷത്തിൻ്റെ പ്രധാന കാരണങ്ങൾ. ഇപ്പോൾ ഇന്ന് തൊട്ട് പല ചാനലുകാരും ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ട് LDF ഗവൺമെൻറ് തോറ്റു? LDF ഗവൺമെൻറ് തോറ്റതിന് ഒറ്റ കാരണമേ ഉള്ളൂ. ഒത്തിരി കാരണങ്ങളൊന്നും അന്വേഷിച്ച് പോകണ്ട. ഒറ്റ കാരണമേ ഉള്ളൂ, അത് പിണറായി തന്നെയാണ്. 82 വയസ്സുള്ള മനുഷ്യൻ്റെ പ്രവൃത്തിയും സംസാരവും മാത്രമാണ് ഇതുപോലെ വലിയൊരു പരാജയം അവർക്കുണ്ടാകാനിടയായത്. മലയാളം പഠിക്കുന്ന പിള്ളേർക്ക് എതിർപദം എഴുതുക എന്നൊരു വാക്കുണ്ട്, വിപരീത പദം. അതായത് ഉമ്മൻചാണ്ടി എന്നിട്ട് ഒരു ഗുണമിട്ടാൽ വിപരീത പദം എഴുതാൻ പറ്റിയ ഒരു സാധനമാണ് പിണറായി വിജയൻ. എന്തുകൊണ്ടും സാധാരണ മനുഷ്യനൊക്കെ ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ ഒരു ശാന്തത വരും, മര്യാദ വരും, ഒരു പക്വത വരും, ഒരു പാകത വരും. ഇതൊന്നുമില്ലാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ആരാണെന്ന് തൻ്റെ ശവോടക്കിൻ്റെ സമയത്ത് തെളിയിച്ച ആളാണ് ഉമ്മൻചാണ്ടി. എന്നാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ജനങ്ങളെ എങ്ങനെ വെറുപ്പിക്കാമെന്നുള്ളത് ഏറ്റവും ആത്യന്തികമായി പഠിപ്പിച്ച ഒരാളാണ് പിണറായി വിജയൻ. എത്ര പ്രായമാണേലും അതങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങേര് മാത്രമാണ് ഈ പരാജയത്തിൻ്റെ യഥാർത്ഥ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി UDFകാർ നന്ദി പറയേണ്ട ഒരു ആളുണ്ട്. UDFിൻ്റെ നേതാക്കന്മാർ പോലും പറഞ്ഞത് 80 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ലെന്നാണ്. ഈ 80 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയില്ലാത്തത് 102 സീറ്റിലേക്ക് ജനത്തിനെ വെറുപ്പിച്ച് ജനത്തിനെ കൊണ്ട് വോട്ട് ചെയ്യിച്ച പിണറായിക്ക് സത്യം പറഞ്ഞാൽ പുതിയ മന്ത്രിസഭ ഉണ്ടായി കഴിയുമ്പോൾ ചെന്ന് ഒരു പൂച്ചണ്ട് കൊടുത്തിട്ട് നന്ദി പറയേണ്ടതാണ്, ഒരു അഭിനന്ദനം അറിയിക്കേണ്ടതാണ്. ഇതുപോലെ ജനത്തിനെ വെറുപ്പിച്ച് ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം ഞങ്ങൾക്ക് തന്നതിനെന്നും പറഞ്ഞൊരു കേക്ക് കൂടെ കൊടുത്താലും കുഴപ്പമില്ല. കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്ന അങ്ങേയറ്റം 80 സീറ്റേ കിട്ടുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഞാൻ ഈ ഇലക്ഷൻ്റെ സമയം നടക്കുമ്പോൾ BJPയുടെ പല നേതാക്കന്മാരും കേരളത്തിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ തൂക്കു മന്ത്രിസഭയെ വരുള്ളൂ. തൂക്കു മന്ത്രിസഭ എന്നാന്ന് വെച്ചാൽ രണ്ടും കൂടെ ഒരു വല്ലാത്ത ഇടയിൽ നിന്ന് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിന്നൊരു കളി കളിക്കാമെന്നുള്ള കണക്കൂട്ടലാണ് അങ്ങനെ പറഞ്ഞത്, തൂക്കു മന്ത്രിസഭയെന്ന്. ഞാൻ എപ്പോഴും മനസ്സിലിങ്ങനെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു, എൻ്റെ ദൈവമേ തമിഴ്നാട്ടിൽ സംഭവിച്ച പോലെ സംഭവിക്കരുത് എന്ന്. തമിഴ്നാട്ടിൽ സംഭവിച്ചപ്പോൾ ഉദാഹരണം വന്നു കഴിഞ്ഞപ്പോഴാണ് 234 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്. കേവല ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു സീറ്റ് കൂടെ കൂട്ടിക്കിട്ടുകയാണെങ്കിൽ 118 സീറ്റ് ഉണ്ടെങ്കിലേ അവിടെ ഭരിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അവിടെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് വന്നേക്കുന്ന വിജയുടെ പാർട്ടിക്ക് കിട്ടിയേക്കുന്ന 108 സീറ്റാണ് എന്ന് പറഞ്ഞാൽ ഇനി 10 പേരെയും കൂടെ എവിടുന്നെങ്കിലും സംഘടിപ്പിക്കണം. സ്റ്റാലിൻ്റെ DMKന്ന് കിട്ടുമോ? പിന്നെ ജയലളിതയുടെ പാർട്ടിക്കകത്തുനിന്ന് കിട്ടുമോ? കിട്ടുകയില്ല. അപ്പോൾ പിന്നെ എന്നാ ചെയ്യണം? പണം വാരി എറിഞ്ഞ് എവിടുന്നെങ്കിലും കുതിര കച്ചവടം നടത്തണം. തമിഴ്നാട് പോലെ മാന്യമായ രീതിയിൽ സ്റ്റഡിയായിട്ട് പൊക്കോണ്ടിരുന്നൊരു സംസ്ഥാനം. രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ അഴിമതി എവിടെയും കാണും, രാഷ്ട്രീയക്കാരുണ്ടോ അഴിമതി ഉണ്ടാവും. അത് പൂർണ്ണമായിട്ട് തുടച്ചു നീക്കാനൊന്നും പറ്റിയല്ല. എന്നാൽ ഒരുവിധം ജനത്തിന് ഗുണമായ രീതിയിൽ ഭരണം നടത്തിയ ഒരു സംസ്ഥാനമായിരുന്നു തമിഴ്നാട്. കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് മാന്യമായ പ്രസ്ഥാനങ്ങൾ അവിടെ വന്നു, മാന്യമായ വരുമാനം ജനത്തിനുണ്ടായി. പണ്ടൊക്കെ കേരളത്തിൽ കൂടെയൊക്കെ നമ്മൾ എവിടെ നോക്കിയാലും പാണ്ടിക്കാരെന്നും പറഞ്ഞ് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഒറ്റ തമിഴിനെ എവിടെയെങ്കിലും കാണാനില്ല. അങ്ങനെ മാന്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കിയ സംസ്ഥാനത്ത് ഇന്ന് ഭരണത്തിൽ ഇനി കാണാൻ പോകുന്ന പൂരം നമ്മൾ നോക്കി കണ്ടോണ്ടാൽ മതി. കാരണം 118 സീറ്റ് വേണ്ടിടത്ത് 108 സീറ്റുമായിട്ട് വിജയ് കയറി വന്നു. ഇനി അപ്പുറത്തുനിന്ന് കുതിര കച്ചവടം നടത്തി ഇവിടെ ആളിനെ കൊണ്ടുവന്ന് വേണം അവിടെ ഭരിക്കണമെങ്കിൽ ഭരിക്കാൻ. ഇതുപോലത്തെ ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ തന്നെ വേറൊരു കാര്യം കൂടെ ചിന്തിച്ചിരുന്നു. ഈ വിഷയങ്ങളുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നൊരു കാര്യമാണ്, UDFന് അധികാരം കിട്ടുമ്പോൾ UDFനകത്ത് ഏതെങ്കിലും ഘടകകക്ഷികൾ മറുകണ്ഠം ചാടിയാൽ UDFനാണ് ഭരണമെങ്കിൽ പോലും പേശി ഒക്കാതെ വന്നു കഴിയുമ്പോൾ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ പറയും ഇങ്ങോട്ട് വരാമെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം തരാം എന്നും പറഞ്ഞ് ഏതവനേലും അങ്ങോട്ട് ചാടിയാൽ ഭരണം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവരുത് എന്ന് നമ്മൾ ഹൃദയം കൊണ്ട് ആഗ്രഹിച്ചിരുന്നു. എന്താണെന്ന് ചോദിച്ചാൽ അങ്ങനെ ചാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനം വന്നുപെടുന്നത് മലയാളിയുടെ തലയിലാണ്. രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ച് അവന് കസേരയും അവന് കാശും അവന് കമ്മീഷനും കള്ളും പെണ്ണും മാത്രമാണ് ഉദ്ദേശം.
കേരളത്തിലെ നമ്മൾ രാഷ്ട്രീയക്കാരെ കാണുമ്പോഴാണ് ഈ കഴിഞ്ഞ 5 വർഷം പിണറായി ഇവിടെ ഭരിച്ച് മുടിപ്പിച്ചപ്പം ഇവിടുത്തെ UDFുകാർ ഒന്നും ചെയ്തില്ല, കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് നടന്നുള്ളൂ. അതാ പലതിൻ്റെ പേര് കേസും പഴക്കവും ഒക്കെ വന്നത്. ജനങ്ങൾ ഏറ്റവും നല്ലതാണെന്നൊക്കെ ചിന്തിച്ച ആളുകൾ പോലും വലിയ പീഡനവീരന്മാരാണെന്നും പറഞ്ഞ് പത്രത്തിൽ വന്നതിൻ്റെ കാര്യം അതാ. ഏതൊക്കെയാലും ഇച്ചിരി തൂറാതെ ഇച്ചിരി നാറുമൊന്നുമില്ല. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഇനി നല്ലൊരു ഭരണം വന്ന് കൃത്യമായി കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇവിടുത്തെ ജനത്തിന് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ജനത്തിൻ്റെ സാമ്പത്തിക നട്ടെല്ല് തകർന്നു, ജനത്തിന് വരുമാനമില്ലെന്നായി. വിദേശത്തെ പോയ കുട്ടികൾ പോലും അവിടെ ചെന്നിട്ട് അവിടെ കക്കൂസ് കഴുകുന്ന പണിയിലൊക്കെ അങ്ങേ അറ്റം പിടിച്ചു നിൽക്കുക. അതുങ്ങൾക്ക് തിരിച്ചു വരാനും മേല, അവിടെ നിൽക്കാൻ മേലാത്ത സാഹചര്യമാണ്. അങ്ങനെ സാഹചര്യങ്ങൾ വരുമ്പോൾ ഒരു നല്ല ഭരണം വന്ന് ആടി ഉലയാതെ, ഏതൊക്കെയാലും ഈ പ്രാവശ്യം ഈ 102 സീറ്റിനകത്തുനിന്ന് ഏത് ഘടകകക്ഷി ഇറങ്ങിപ്പോയാലും കുഴപ്പമുണ്ടാകാത്ത രീതി കോൺഗ്രസ്സിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കെട്ടിയിറക്കുന്നതല്ലാത്ത ഒരു മുഖ്യമന്ത്രിയും സംവിധാനവും സാഹചര്യങ്ങളും എല്ലാം വന്നാൽ യോഗ്യമായിട്ട് കാര്യങ്ങൾ നടക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഒന്ന്. ഇനി അടുത്തത്, ഞങ്ങൾ നേരത്തെ ആറന്മുളക്കാരോടും പത്തനാപുരംകാരോടും ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങളുടെ കാല് പിടിച്ച് ഞങ്ങൾ അപേക്ഷിക്കുക, ഈ ഗണേഷ് കുമാറിനെയും വീണ ജോർജിനെയും ജയിപ്പിച്ച് വിടരുത്. ഏതൊക്കെയാലും ആ ജനങ്ങൾ അത് കേട്ടു. ഞങ്ങൾ ഒരിക്കൽ കൂടെ ആറന്മുളക്കാർക്കും പത്തനാപുരംകാർക്കും ഞങ്ങൾ നിങ്ങൾക്ക് പ്രത്യേകമായി നിങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുന്നു, നിങ്ങളുടെ മുമ്പിൽ കുമ്പിടുന്നു. നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്തു വിട്ടല്ലോ. കാരണം ഇല്ലാത്ത നിയമങ്ങളും പെർമിറ്റുമായിട്ട് ഗണേഷ് കുമാർ ടൂറിസ്റ്റ് ബസ്സിന് കളറുണ്ടായിരുന്നത് കൊണ്ട് അപകടം ഉണ്ടായി. അതുകൊണ്ട് ഇനി ടൂറിസ്റ്റ് ബസ് എല്ലാം വെള്ളം. പിന്നെ എന്നായി, 1 ലക്ഷം രൂപ സർക്കാരിൽ അടയ്ക്കാമെങ്കിൽ വെള്ളം വേണ്ട, എന്നാ വെള്ളം അടയ്ക്കാം. മന്ത്രിമാർക്കും രാഷ്ട്രീയക്കാർക്കും ബൈക്ക് ഹെൽമെറ്റ് ഇല്ലാതെ പോകാം, ബൈക്കിൻ്റെ സൈലൻസർ പറിച്ചിട്ട് പോകാം, ബസ്സിൻ്റെ മണ്ടയിലിരുന്ന് പോകാം, ബസ്സിൻ്റെ സൈഡിലിരുന്ന് പോകാം. എങ്ങനെ പോയാലും ഒരു കുഴപ്പമില്ല. രാഷ്ട്രീയക്കാരുടെ പ്രകടനത്തിന് എന്നാ തോന്നിവാസം കാണിച്ചാലും ഒരു കുഴപ്പമില്ല. MVD കാണുന്നില്ല. എന്നാൽ പൊതുജനം അവൻ്റെ സ്കൂട്ടറെ തൻ്റെ ഭാര്യയോ മക്കളെ ആരെങ്കിലും കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിന് പെറ്റിയായി ഗിറ്റിയായി. പിന്നെ ഇവിടെ രാഷ്ട്രീയക്കാർ ഈ ഇലക്ഷൻ്റെ സമയത്തൊക്കെ ഒരു മഞ്ഞവരെയും ചുമലവരെയും ഒന്നും നോക്കുന്നില്ല, കയറി ഇറങ്ങി പൊക്കോണ്ടിരുന്നതിന് ഒരു കുഴപ്പമില്ല. സാധാരണക്കാരൻ്റെ വണ്ടി 2 വരെ ഉള്ളതിനപ്പുറം ഒന്ന് കയറിയിട്ടുണ്ടെങ്കിൽ പാത്ത് നിന്ന് MVD അടിക്കുമായിരുന്നു. ഇതെല്ലാം ഒന്ന് തീരുമാനമാകണം. ഇല്ലാത്ത കാര്യങ്ങൾ ഈയിടെ ഞങ്ങൾ മനസ്സിലാക്കി. 17 വയസ്സ് ലൈസൻസ് എടുത്തിട്ടാണ്, നിയമവിരുദ്ധമായി ലൈസൻസ് എടുത്തിട്ടായി ഗണേഷ് കുമാർ ഈ വകുപ്പെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ഗണേഷ് കുമാറിന് 5 വർഷം വീട്ടിലിരിക്കട്ടെ. എന്താണെങ്കിലും പത്തനാപുരംകാർക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. അതുപോലെ വീണ ജോർജ്, വയറ്റിൽ കിടക്കുന്ന കത്രിക്ക് ഗ്യാരണ്ടി ഉള്ളത്, ആൾ മരിക്കുന്നത് വരെ അവിടെ ഇരുന്നോളും, വന്നാലും കുഴപ്പമൊന്നും ഇല്ലെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി. കരിങ്കൊടി ചെറുപ്പക്കാർ കാണിച്ചപ്പം പെടലിയുടെ നാടിക്ക് പരിക്ക് പറ്റിയെന്നും പറഞ്ഞ ഇറങ്ങിയ ആരോഗ്യമന്ത്രി വീട്ടിലിരിക്കട്ടെ. ആറന്മുളക്കാർക്കും പത്തനാപുരംകാർക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി അറിയിക്കുന്നു. ഇനി അടുത്തത്, 2-3 പടുകളവന്മാരുണ്ടായിരുന്നു. കടന്നപ്പള്ളി, കണ്ണൂരാന്ന് തോന്നുന്നു മണ്ഡലം. പിന്നെ ശശീന്ദ്രൻ, വനം മന്ത്രി, 80 വയസ്സുണ്ട്. കൊച്ചുമക്കളുടെ മക്കളെയൊക്കെ നോക്കി വീട്ടിലിരിക്കേണ്ട പ്രായമാണ്. വല്ല 1-2 നേരം വല്ല ലൈറ്റ് ആഹാര സാധനവും കഞ്ഞിയോ വല്ല പയറോ വല്ലതും കഴിച്ച് കൊച്ചുമക്കളെ നോക്കി, പിന്നെ അത്യാവശ്യം വീടും പറമ്പും ഒക്കെ ഒന്ന് നോക്കി തിണ്ണയുടെ മൂലയിൽ ഓടിച്ച് മടങ്ങിയിരിക്കേണ്ട സാധനങ്ങളാണ്. ഈ 80 വയസ്സുള്ള ഈ സാധനമൊക്കെയാണ് വീണ്ടും അങ്ങോട്ട് വരുന്നത്. ഏതൊക്കെയാലും കണ്ണൂരുകാരും ഏലത്തൂരുകാരും യോഗ്യമായിട്ട് അങ്ങോട്ട് ചെയ്തതിന് നന്ദി. നിർത്തുന്നതിനിപ്പുറം ഞങ്ങളിവിടെ പറഞ്ഞതാണ്, 60-65 വയസ്സിന് മുകളിലോട്ടുള്ള 70 വയസ്സിന് മുകളിലുള്ള ഒരു പാമ്പിനെ നിർത്തരുതെന്ന് കർശനമായിട്ട് പറഞ്ഞതാണ്. അന്നേരം വെച്ച് കിട്ടി. അതിനകത്ത് ആ വീഡിയോ ഞങ്ങൾ ചെയ്തപ്പോൾ ആകെ കാര്യം മനസ്സിലായത് PJ ജോസഫിന് മാത്രമേ ഉള്ളൂ. അങ്ങേര് മാന്യമായിട്ട് മാറി നിന്നു, അങ്ങേർക്ക് നന്ദി അറിയിക്കുന്നു. അങ്ങേര് മാറി നിന്ന് മകൻ 60 വയസ്സൊക്കെ കണ്ടുണ്ട്, മകനെ കൃത്യമായിട്ട് കയറ്റി നിർത്തിയത് കൊണ്ട് മകനും ജയിച്ചു. ആ പാർട്ടി 7 സീറ്റ് നിർത്തിയപ്പം 6 പേരും ജയിച്ചു. എന്നാൽ ജോസ് കെ മാണി 12 പേരെ നിർത്തിയ 12ഉം 0 ഇനി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുനീരും തൂത്തിരിക്കാം, അവിടെ ഇരിക്കട്ടെ. ഇനി ഏറ്റവും വലിയ പ്രധാനം വേറൊരു വിഷയമുള്ളത്, എഴുതാനും വായിക്കാനും അറിയാവുന്ന മലയാളി. കേരളം സമ്പൂർണ്ണ സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എഴുതാനും വായിക്കാനും ഒക്കെ എല്ലാവർക്കും അറിയാം, അത്യാവശ്യം ആളുകൾക്ക് ഇംഗ്ലീഷ് വായിക്കാനും ഒക്കെ അറിയാം. അങ്ങനെയുള്ള മലയാളിയുടെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മന്ത്രിയായിട്ട് ശിവൻകുട്ടിയെ കൊണ്ട വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഒരു അഹങ്കാരം പിണറായി കാണിക്കാനുണ്ടോ? ഒരു പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കാൻ കൊള്ളുന്നവനല്ല അയാൾ. അതിനുള്ള വിവരം വിദ്യാഭ്യാസം അയാൾക്കില്ല. അയാളെ കൊണ്ട് ഇരുത്തിയപ്പോൾ മലയാളി സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? പിണറായി എടുത്ത് അകത്ത് വെച്ചു, നാട്ടുകാർ പെടലിയെ പിടിച്ച് വലിച്ചൊരൊറ്റ ഏറ് വെച്ച് കൊടുത്തു. ആ നിയമംകാർക്കും പ്രത്യേകിച്ച് നന്ദി. ഇനി UDFിനൊരു നല്ല മന്ത്രിസഭ ഉണ്ടാകട്ടെ, അത് നല്ലപോലെ ഭരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ മലയാളിയോട് പറയട്ടെ, ഇനി ഒറ്റ ഒരുത്തനെ പിണറായി ആകാൻ അനുവദിക്കരുത്. ഇറക്കി വിട്ടതുകൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ല. നമ്മളതിന് തമിഴിനെ കണ്ടുപിടിക്കണം. അവൻ ജനത്തിനൊരു പ്രശ്നം ഉണ്ടായാൽ അവർ ഒരുമിച്ച് നിൽക്കും. ഇവിടെ നിങ്ങൾക്കറിയാവോ, ഈ കഴിഞ്ഞ 5-10 വർഷം കൊണ്ട് നടത്തിയ മുഴുവൻ അഴിമതികൾ ഊച്ചാളുങ്കൽ സൊസൈറ്റി ഒപ്പിച്ച് വെച്ച എത്രയായിരം കോടി അവന്മാർ കൊണ്ടുപോയിട്ടുണ്ടെന്നറിയാവോ? ഇനി ഇവിടുത്തെ ചെറുപ്പക്കാരും ഇവിടുത്തെ ആളുകളും വിവരാവകാശങ്ങൾ വെക്കണം.
കേസുകളിന് പോകണം. ജനം ഇറങ്ങി പ്രതികരിക്കുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇവന്മാർ മര്യാദയ്ക്ക് നിന്നോളും. അല്ല ഇവന്മാർ എങ്ങനെ കമ്മീഷൻ അടിക്കാമെന്ന് ഓർത്തുകൊണ്ട് വലിയ വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുക, കമ്മീഷൻ അടിക്കുക, എതിർക്കുന്ന 1-2 പേരുണ്ട് അവരെ തല്ലി തകർക്കുക, കേസിപ്പെടുത്തുക ഒക്കെ ചെയ്യും. മലയാളി അങ്ങനെ ഒരു അവസരം ഇനി ഉണ്ടാക്കി കൊടുക്കരുത്. ഇനി കേരളത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവർക്കറിയാം ഒരുത്തൻ ഏകാധിപതി ആയാൽ എത്ര ദൂഷ്യം ഉണ്ടാകുന്നു. 50 വണ്ടിയുടെയൊക്കെ അകമ്പട്ടിയിൽ അലറി കുതിച്ചല്ലേ പോകുന്നത്. ഞാനൊരു ദിവസം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പം 50 വണ്ടി ചെവി തകർക്കുന്നത് പോലെ ഈ മകാ സൗണ്ടുള്ള ഓണുകൾ അടിച്ചങ്ങ് പോവുക. നാട്ടുകാരൻ ഓണടിച്ചാൽ കേസുമുണ്ട്. ഇത് കൂട്ട് അഹങ്കാരം പിടിച്ചവന്മാരെ ഇനി വളർത്തിക്കൊണ്ട് വരരുത്. ഒരുത്തം പിടിവിട്ടെന്ന് തോന്നിയാൽ അപ്പം ഇറക്കി വിടാൻ പറ്റുന്ന രീതിയിൽ നമ്മളതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണം. ഇനി കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അല്ലെ 10 കൊല്ലം കൊണ്ട് കാണിച്ചു കൂട്ടിയ കൊള്ളരുതായികൾ ഓരോന്ന് വെളിയിൽ കൊണ്ടുവരണം. മലയാളിയിൽ ബോധമുള്ളവരെല്ലാം അതിനുവേണ്ടി പണിയെടുക്കണം, വിവരാവകാശങ്ങൾ വെക്കണം. ഞങ്ങൾ കേരള ജനമിത്ര വിവിധങ്ങളായ വിഷയങ്ങൾ ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും കൊണ്ടുപോകാൻ തീരുമാനിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ മറുനാട് സാജൻ പറഞ്ഞു ഏത് ഗവൺമെൻറ് വന്നാലും 6 മാസത്തിനുള്ളിൽ ഞാൻ അവരുടെ ശത്രുവാകുമെന്ന്. അപ്പം ഞങ്ങളും ചേർത്ത് തന്നെ പറയുക, ഏതൊക്കെയാലും ഒരുത്തൻ ഇറങ്ങി വേറൊരുത്തൻ കയറിയത് കൊണ്ട് ഈ പ്രശ്നം ഇവിടെ തീരുന്നില്ല. മാന്യവും മര്യാദയ്ക്കും ഭരിക്കാൻ മേലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അത് നിയമയുദ്ധങ്ങളിലൂടെ നേരിടുക, സമരങ്ങളിലൂടെ നേരിടുക, സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ നേരിടുക. ഇനിയൊരു പിണറായിയെ വളർത്താൻ അനുവദിച്ചുകൂടാ എന്ന് മലയാളിയെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. കാരണം കണ്ടമാനം വിളഞ്ഞാൽ ഇറക്കി വിടാൻ പാടാ. അതുകൊണ്ട് ഒട്ടും വിളയാൻ സമ്മതിക്കണ്ട. മര്യാദയ്ക്ക് ഭരിക്കുന്നെങ്കിൽ ഭരിക്കട്ടെ. അതിനുള്ള അവസരങ്ങൾ മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. നമ്മളൊരു കൂട്ടായ്മയായി ഒരുമിച്ച് നിന്ന് ഇതിനെയെല്ലാം പിടിക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.